ദുഃഖവും. ഇത് മാറുന്ന കൊച്ചിയുടെ സായാഹ്നങ്ങളിലൊന്ന്. വലിയ നഗരങ്ങളില്ലാത്ത കേരളത്തിൽ തമ്മിൽ ഭേദമെന്ന് പറയാൻ ഒടുവിൽ ഒരു കൊച്ചി ബാക്കി. കൊച്ചിക്ക് മാത്രമല്ല, അതിവേഗം വളരുന്ന ഏതു നഗരത്തിനും മൂടിവെക്കപ്പെട്ട ചില കഥകൾ പറയാനുണ്ടാവും. ഒരു ചരിത്ര പുസ്തകത്തിലും ആരും എഴുതി വയ്ക്കാത്ത, നമ്മൾ അറിയാത്ത കഥകൾ. ഈ കൊച്ചിക്ക് സഹിഷ്ണുതയും സഹനവും കൂടും. പക്ഷേ ഒന്നിനെയും നിരസിക്കാത്ത കൊച്ചിയുടെ കായലും തെരുവും ജീവിതവും കഥകളുടെ ഒരു അനസ്യൂതമായ ഉറവയാണ്. അത് കഥകളല്ല, കണ്ണഞ്ചിപ്പിച്ചുകൊണ്ട് കൊച്ചി വളരാൻ തുടങ്ങിയപ്പോൾ പിന്നാമ്പുറത്ത് ആരും കാണാതെ സംഭവിച്ചുകൊണ്ടിരുന്ന യാഥാർത്ഥ്യങ്ങൾ, അനുഭവിച്ചവർക്ക് മാത്രം വിവരിക്കാനാവുന്ന ചില ജീവിതാവസ്ഥകൾ. കൊച്ചി എന്ന കടലോര ഗ്രാമം ഒരു വലിയ നഗരമാകാൻ തുടങ്ങുമ്പോൾ 4 നൂറ്റാണ്ട് മുന്നിലെ പഴയ കൊച്ചി തെരുവിൻ്റെ ഓർമ്മകൾ പറയാൻ ഞാനിവിടെ തിരയുന്നത് മുരുകനെയാണ്, തെരുവോര മുരുകനെ. നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളിൽ ആരും ഏറ്റെടുക്കാനിടയില്ലാത്ത, ഒരു ചരിത്ര പുസ്തകത്തിലും ഇടം പിടിക്കാനിടയില്ലാത്ത കുറേ ഓർമ്മകൾ മുരുകൻ പകുത്തു തന്നു. അത് തെരുവിൻ്റെ കഥയാണ്, തെരുവ് വെളിച്ചത്തിൻ്റെ കഥയാണ്. എങ്കിൽ ആരാണ് ഈ മുരുകൻ? ഇന്നത്തെ കൊച്ചി മെട്രോയിലെ തെരുവോര മുരുകൻ. AD 1341 കൊടുങ്ങല്ലൂരിലൊരു പ്രളയം. കൊടുങ്ങല്ലൂരിലെ തുറമുഖം നശിച്ചു. അവിടെ നിന്നാണ് കൊച്ചി എന്ന സൂര്യോദയം. കൊച്ചി എന്ന ഗ്രാമം പട്ടണമായും പിന്നെ നഗരമായും വളർന്നപ്പോൾ ആ പുരോഗതിയുടെ ഉച്ഛിഷ്ടം തിന്നു വളർന്നൊരു തലമുറയുടെ പ്രതിനിധിയാണ് മുരുകൻ. ഇപ്പോൾ തെരുവോരം എന്ന സംഘടനയുടെ പ്രവർത്തകൻ, ഓട്ടോ ഡ്രൈവർ. ഉപേക്ഷിക്കപ്പെട്ട നിരവധി മനുഷ്യർക്ക് തമ്മിൽ ഭേദം ജീവിതം ഒരുക്കി കൊടുക്കാൻ പരിശ്രമിച്ച ഒരു ചെറുപ്പക്കാരൻ, കൊച്ചിയിലെ പത്രക്കാർക്ക് സുപരിചിതൻ. എൻ്റെ അച്ഛനമ്മയും തമിഴാണ്. എൻ്റെ അമ്മയുടെ നാട് ചെങ്കോട്ട, അച്ഛൻ്റെ തിരുനെൽവേലി. പക്ഷെ ഞാൻ ജനിച്ചത് കേരളത്തിൽ തന്നെയാണ്, പൊൻകുന്നത്ത്. വളർന്നതൊക്കെ പീരുമേട്, വണ്ടിപ്പെരിയാർ അവിടെയൊക്കെയാണ്. ഞാൻ പഠിച്ചത് 4 വരെ തമിഴിൽ തന്നെയാണ്. അമ്മ ചിദംബരം എസ്റ്റേറ്റിലെ തേയിലത്തോട്ടത്തിലെ ചെറിയൊരു ജീവനക്കാരിയാണ്. ആകെ ഒരു ദിവസം പണിയെടുത്താൽ കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ 10 രൂപയാണ് ആകെ കിട്ടുന്ന ഒരു ദിവസത്തെ വരുമാനം. ഇടക്കാലത്ത് വെച്ച് അച്ഛൻ ഞങ്ങൾ അവിടെ വിട്ടിട്ട് പിന്നെ ജോലി അന്വേഷിച്ച് എവിടെയൊക്കെ മൂപ്പര് പോയി. പിന്നീട് കുറേ കാലം മൂപ്പരെ കുറിച്ച് ഒരു അറിവില്ല. ഒരു ദിവസം രാവിലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ എന്തൊക്കെയോ സാധനങ്ങളായിട്ട് കൊണ്ടുവന്നു. മൂപ്പര് കുറേ ഡ്രസ്സും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എനിക്ക് എറണാകുളത്ത് ജോലിയുണ്ട്, അപ്പോൾ നമുക്ക്, ഞാൻ അവിടെയായിരുന്നു ഇത്രയും കാലം, അപ്പോൾ എനിക്ക് അവിടെ ജോലിയുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് പോവാം. 1990കളിലെ കൊച്ചിത്തെരുവിൻ്റെ പുറംപോക്കുകളിലേക്ക് മുരുകൻ നമ്മെ ക്ഷണിക്കുന്നു. നഗരങ്ങളുണ്ടാവുമ്പോൾ മറുപുറത്ത് ആരും കാണാതെ പിറക്കുന്ന ദൈന്യതകൾ കാണാൻ. വണ്ടിപ്പെരിയാറ്റിൽ നിന്നും കൊച്ചിത്തെരുവുകളിലേക്ക് നീണ്ട മുരുകൻ്റെ ജീവിത പാതയാണത്. ഒരു ഗ്രാമം പതിയെ വളർന്ന പട്ടണമായും പിന്നെ വേഗത്തിൽ വളർന്ന നഗരമായും മാറുമ്പോൾ മറുപുറത്ത് നൊസ്റ്റാൾജിയകളുണ്ടാവും. ഇന്നലത്തെ ജീവിതത്തിൻ്റെ ആ പഴയ ഓർമ്മകൾക്കും ഒരു സമ്മിശ്ര ഭാവമായിരിക്കും. വേദന കലർന്നൊരു സുഖമായും പിന്നത്തെ ജീവിതത്തിന് ഉപകരിച്ചൊരു പാഠമായും ചിലരത് മനസ്സിൽ സൂക്ഷിക്കും, മറ്റു ചിലരത് പാടെ മറന്നുപോകും. നമ്മുടെ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി അച്ഛൻ അവിടെ നിന്ന് നേരെ എം ജി റോഡിലേക്ക് നടത്തിക്കൊണ്ടുപോകാം. നടത്തിക്കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നൈറ്റ് കട, രാത്രി ഭക്ഷണങ്ങളുള്ള ഒരു തട്ടുകടയിൽ നിന്നും മസാല ദോശയും, ഒരു 7-8 അത്ര ഉണ്ടാവുള്ളൂ എൻ്റെ ഓർമ്മ. അപ്പോൾ മസാല ദോശയും അതുപോലെ പൊറോട്ടയും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ അവിടെ ആ നൈറ്റ് കടയിലുണ്ട്. നൈറ്റ് കടയിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് റോഡിലൂടെ നടക്കുമ്പോൾ എന്നെ പെട്ടെന്ന് ആകർഷിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ റോഡിൻ്റെ നടുക്ക്
ലൈറ്റ്. ഈ ലൈറ്റിൻ്റെ രണ്ട് ഭാഗത്തും, അതായത് ഇങ്ങനെ കൈ വിരിവ് പോലെ വിരിഞ്ഞിട്ട് ഈ രണ്ട് ഭാഗത്തും ഇങ്ങനെ ലൈറ്റുകൾ തൂങ്ങി കിടക്കുന്നു. ഇതിങ്ങനെ നോക്കുമ്പോൾ അങ്ങ് അറ്റം വരെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച എത്തും ദൂരം വരെ ഇതിങ്ങനെ രണ്ട് ലൈറ്റും ഇങ്ങനെ കത്തി നിൽക്കുന്നു. ഈ പ്രകാശം എന്നെ സ്ട്രീറ്റ് ലൈറ്റ് ശരിക്കും എന്നെ ആകർഷിച്ചു. എന്നെ എന്തൊരു വെളിച്ചം! കൊച്ചി കണ്ട അമ്പരന്ന മുരുകനും അത് മനസ്സിൽ പറഞ്ഞു. ഗ്രാമങ്ങളിൽ നിന്നും വന്ന് നഗരപ്പുലിമ കണ്ട് അന്തിച്ചുപോയ എത്രയോ കുഞ്ഞുങ്ങളിൽ ഒരു മുരുകനും. പക്ഷെ പാർക്കാനെത്തിയ ചേരി മുരുകന്റെ പ്രതീക്ഷ പോലും ഒത്തുവന്നില്ല. ഒരു കാട്ടിൽ നിന്നും ഒരു നഗരത്തിലേക്ക് വന്നപ്പോൾ ഈ പ്രകാശമാണ് എന്നെ ഏറ്റവും കൂടുതൽ, അതായത് ശരിക്കും സ്ട്രീറ്റ് ലൈറ്റ്, ഈ സ്ട്രീറ്റ് ലൈറ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. തുടർന്ന് ഈ റോഡിലൂടെ ഞങ്ങൾ നടന്ന് നേരെ അന്ന് ആ തിയേറ്ററിൻ്റെ പേര് എനിക്കറിയാം, ലക്ഷ്മണ തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട് ഇവിടെ. അവിടെ പോയി ഞങ്ങളൊരു സിനിമ കണ്ടു. സിനിമ കണ്ട് ഇറങ്ങി വരുന്ന വഴിക്ക് റോഡിലൂടെ നടന്നു വന്നു. പിന്നെ ഞങ്ങൾ ചെല്ലുന്നത് ഒരു കോളനിയാണ്. വണ്ടിപ്പെരിയാറിൽ നിന്നും ജോലി തേടിയെത്തിയ രക്ഷിതാക്കൾക്കൊപ്പം കൊച്ചി തീരത്തണഞ്ഞ മുരുകൻ ഗാന്ധിനഗറിന് സമീപത്തുള്ള ഒരു ചേരിയിൽ ജീവിതം ആരംഭിച്ചു. ചേരിയിലെ അശരണരുടെ കൈപിടിച്ച് മുരുകൻ കൊച്ചി തെരുവിൽ അലയാൻ തുടങ്ങി. അങ്ങനെ മുരുകന്റെ കുടുംബവും കുടിയേറി കൊച്ചിയിലേക്ക്. 90കളിൽ കേരളമൊട്ടാകെ പൂത്തുവിരിഞ്ഞ നഗരജീവിത സ്വപ്നങ്ങളുമായി. ഈ കോളനിയിലെ വീട് എന്ന് പറയാൻ നേരത്ത് അതൊരു വീടെന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 10 അടി നീളം 10 അടി വീതി, ഇതാണ് ഇതിൻ്റെ ആകെയുള്ള വലിപ്പം. അങ്ങനെ ഞങ്ങൾ അവിടെ താമസം തുടങ്ങി. അപ്പോൾ ഈ വീട്ടിലുള്ള ഈ അമ്മയും ആ കാഴ്ചയില്ലാത്ത ആ ചേട്ടനും പിന്നെ അവരുടെ മകനും എറണാകുളം മാർക്കറ്റിൽ സ്ഥിരം പോകും വൈകുന്നേരം സമയങ്ങളിൽ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ അവിടുത്തെ വേസ്റ്റ് പറക്കാനും കാര്യങ്ങളും വേസ്റ്റൊക്കെ എടുക്കാനും വേണ്ടിയൊക്കെ അവിടെ പോകുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ പയ്യൻ്റെ കൂടെ ഞാനും പോകും. കൊച്ചിയിലെ അഗതികൾക്ക് അത്താണിയായിരുന്ന മുരുകന്റെ വഴിയും ലക്ഷ്യവും സ്വപ്നവും ഓർമ്മയും എല്ലാം തെരുവായിരുന്നു. വലിയ നഗരങ്ങളിലെ കുടിയേറ്റക്കാരുടെ ചേരിയിൽ നിന്നും വയറുപിഴയ്ക്കാൻ തെരുവിലേക്കിറങ്ങിയ കുഞ്ഞുങ്ങളുടെ മഹാസാഗരത്തിൽ ഒരു മുരുകനും ചേർന്നു. കൊച്ചി വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയ 90കളാണത്. ഉദാരവൽകൃത കൊച്ചി കൊണ്ടാടിയ സമൃദ്ധിയുടെ ഒരു ചെറിയ പങ്ക് കുപ്പത്തൊട്ടിയിൽ കൈയിട്ട് വാരുത്തുന്ന തലമുറയിൽ ഒരുവന്റെ നൊസ്റ്റാൾജിയയ്ക്കും കുപ്പത്തൊട്ടിയുടെ ചൂരുണ്ടാവും. മുരുകന്റെ കഥ കൊച്ചി തെരുവിന്റെ കഥയാവുന്നത് അങ്ങനെയാണ്. കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഇവിടുത്തെ മുസ്ലിംസിൻ്റെയൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ വീട്ടിൽ പോയാൽ ഇവർ ഈ സക്കാത്ത് തരും. അപ്പോൾ ഞങ്ങൾ 2 കൊച്ചു കുട്ടികളാണല്ലോ കൂടെ വരുന്നത്. കാഴ്ചയില്ലാത്ത ഒരാളും ഒരു അമ്മൂമ്മയും 2 കുട്ടികളും വരുമ്പോൾ ആരായാലും നമുക്ക് അതിൻ്റെതായ രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ തരുമല്ലോ. ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഊന്നുകോലും ജരാനരാ ദുഃഖവും